നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 24 ബുധനാഴ്ചയാണ്. ആദ്യം തന്നെ ഇന്നലെ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും ചെറിയ ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇന്നലെ നിഫ്റ്റി ബാങ്കാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വരാം. ശക്തമായ ആഭ്യന്തര ആവശ്യം, നല്ല മൺസൂൺ, നികുതി ഇളവുകൾ എന്നിവയുടെ പിന്തുണയോടെ S&P 500 ഇന്ത്യയുടെ 2026 സാമ്പത്തിക വർഷത്തെ വളർച്ചാ പ്രവചനം 6.5% മാറ്റമില്ലാതെ നിലനിർത്തി. മറ്റൊരു വാർത്തയുള്ളത്, ഭക്ഷ്യധാന്യ സംഭരണം, വിതരണം, സബ്സിഡി മാനേജ്മെന്റ്, ജീവനക്കാരുടെ പരിശീലനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഭക്ഷ്യ മന്ത്രാലയവും FCAയും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അടുത്തതായി 27,571 ചതുരശ്ര കിലോമീറ്റർ തരിശുഭൂമി ഉപയോഗിച്ച് ഇന്ത്യക്ക് 3,343 ജിഗാവാട്ട് സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് NISC റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സാധ്യത തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അടുത്തൊരു വാർത്തയുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടതാണ്. കൊറിയൻ പങ്കാളിയുമായി തമിഴ്നാട്ടിൽ 15,000 കോടി രൂപയുടെ കപ്പൽശാല കമ്പനി പദ്ധതിയിടുന്നു. ആദ്യഘട്ടത്തിൽ 10,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് 3 ദിവസമായി റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരുന്ന US വിപണി ഇന്നലെ ഇടിയുകയുണ്ടായി. പലിശ നിരക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും ദുർബലമായ തൊഴിൽ വിപണിയെ പിന്തുണയ്ക്കുന്നതിനും ഇടയിൽ സെൻട്രൽ ബാങ്ക് സന്തുലിതാവസ്ഥ പാലിക്കണമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാണ് ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞത്. ഇൻഡെക്സുകളിൽ അവിടെ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു. 0.9% ഇടിഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നോക്കുകയാണെങ്കിൽ എൻവിദിയ 2.8% ഇടിവ് രേഖപ്പെടുത്തിയതാണ് നാസ്ഡാക്ക് വലിയ നഷ്ടത്തിലേക്ക് പോകാൻ കാരണമായത്. ടെക് സ്റ്റോക്കുകളിൽ വലിയ ഭീമന്മാരായിട്ടുള്ള ആമസോൺ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ എന്നിവയെല്ലാം ഇന്നലെ ഇടിഞ്ഞു. ചൊവ്വാഴ്ച ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ച് തന്നെയായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിരക്ക് കുറയ്ക്കൽ എപ്പോഴുണ്ടാകും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അദ്ദേഹം നൽകിയതുമില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഫെഡറൽ റിസർവ് ഈ വർഷത്തെ ആദ്യത്തെ നിരക്ക് കുറയ്ക്കൽ പ്രഖ്യാപിച്ചത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 1.57% ഇടിഞ്ഞു. വിപ്രോ 2.33% ഇടിഞ്ഞത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1.26% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.14% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.62% ഇടിഞ്ഞു. യൂറോപ്യൻ വിപണി നോക്കാം. യൂറോപ്യൻ വിപണികൾ ഇന്നലെ ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഏഷ്യൻ വിപണികൾ പൊതുവിൽ വീക്കായിട്ട് തന്നെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. കൂടാതെ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്ന നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിന്റ്സിലേറെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇനിയിപ്പോൾ ഏറ്റവും ഫോക്കസിലുള്ള നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ വീണ്ടും ഇന്നലെ ഗോൾഡ് പ്രൈസ് നേട്ടമുണ്ടാക്കി. US പൗവലിന്റെ സ്പീച്ചിന് ശേഷമാണ് ഗോൾഡ് പ്രൈസുകൾ വീണ്ടും ഉയർന്നത്. ഇന്നലെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 84,840 രൂപയാണ്. ഈ മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണിത്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $1,12,000 ഓയിൽ പ്രൈസുകളിലേക്ക് ഇറാഖിലെ കുർദാഗിസ്ഥാനിൽ നിന്നുള്ള കയറ്റുമതി പുനരാരംഭിക്കാനുള്ള പദ്ധതി വൈകിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച എണ്ണവില ബാരലിന് $1 ഉയർന്നു. അധിക വിതരണം വിപണിയിൽ നിറയുമെന്ന നിക്ഷേപകരുടെ ആശങ്കകൾക്കാണ് ഇത് അയവ് വരുത്തിയത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $67.88 പെർ ബാരൽ എന്ന നിലയിൽ 0.03% നേട്ടത്തിലാണുള്ളത്. WTI ഫ്യൂച്ചേഴ്സ് 63.70 എന്ന നിലയിൽ 0.44% നേട്ടത്തിലാണ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തു പോയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി വെറും 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഇന്നലെ വന്ന ഒരു Q1 റിസൾട്ടിലേക്ക്. സുദർശൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റിൽ 87% വർധനമാണ് വന്നിരിക്കുന്നത്. 55 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് Q1 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. വരുമാനം 296% വർദ്ധിച്ച് 2,506.9 കോടി രൂപയിലെത്തി. നല്ല ഒരു വരുമാനം തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ആദ്യം സ്വിഗ്ഗി റാപ്പിഡോയിലെ ഓഹരികൾ പ്രോസസ് പിന്തുണയുള്ള MIH ഇൻവെസ്റ്റ്മെന്റിന് 1,968 കോടി രൂപയ്ക്ക് വിൽക്കുന്നു. കൂടാതെ റാപ്പിഡോയിലെ അധിക ഓഹരികൾ വെസ്റ്റ് ബ്രിഡ്ജ് ക്യാപിറ്റലിന്റെ സേതു IAF ട്രസ്റ്റിന് 431.5 കോടി രൂപയ്ക്കും വിൽക്കുന്നു. അടുത്തത് ആക്സോ നോബൽ ഇന്ത്യയാണ്. ഗ്ലോബൽ ഡീലുകൾ വഴി പ്രൊമോട്ടർമാർ 5% വരെ ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട്. ടോട്ടൽ സൈസായി വരുന്നത് 743 കോടി രൂപയാണ്. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 3,261.8 പെർ ഷെയർ എന്ന നിലയിലാണ്. അടുത്തത് ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനിയാണ്. കേരളത്തിലെ 1,115.37 കോടി രൂപയുടെ
EPC കരാറിന് ദിലീപ് ബിൽഡ്കോൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത് HCL ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. AI പവേർഡ് സേവനങ്ങൾക്കായി ഒരു സ്വീഡിഷ് വാഹന നിർമ്മാതാക്കളുമായി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കരാർ പുതുക്കി. മറ്റൊരു കമ്പനി ടൊറന്റ് പവർ ആണ്. ന്യൂസ് ഓൺ ഇന്ത്യ എന്ന കമ്പനിയിൽ 211 കോടി രൂപയ്ക്ക് 49% ഓഹരികളും ന്യൂസ് ആൻഡ് പവർ പ്രൊജക്ട്സിൽ 100% ഓഹരികളും ടൊറന്റ് പവർ സ്വന്തമാക്കി. അടുത്ത് ബജാജ് ഇലക്ട്രോണിക്സ് ആണ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ 146 കോടി രൂപയ്ക്ക് മോർഫി റിച്ചാർഡ്സ് ബ്രാൻഡ് കമ്പനി പുറത്തിറക്കി. അടുത്ത് VIP ഇൻഡസ്ട്രീസ് ആണ്. നീതു കാശിരംഗ MD സ്ഥാനം രാജിവെച്ചു. അതുൽ ജെയിൻ 5 വർഷത്തേക്ക് MD ആയി നിയമിതനായി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ കൂടി പറയാം. HFCL, RBL ബാങ്ക്, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അതായത് ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഓപ്ഷൻ ട്രേഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. FIs ഇന്നലെ 3551 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIs ആവട്ടെ 2671 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഇടിഞ്ഞതോടെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.47% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.20% ഇടിവിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.41% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 0.28% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് 0.90% ഇടിവിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,181 63 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 25,169 33 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം കൃത്യമായി തന്നെ അതുപോലെ ഉണ്ടായി. 25,250 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. ആ ഒരു ഏരിയ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ഇന്നലെ റിവേഴ്സ് ചെയ്തത്. ഇന്നലെ നിഫ്റ്റി ഡൗൺ സൈഡിലെ ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവിടെ സപ്പോർട്ട് എടുത്ത് തിരിയുകയുണ്ടായി. പക്ഷേ ഇന്നലെയും ഒരു റെഡ് കാൻഡിൽ തന്നെയാണ് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത്. അപ്സൈഡിൽ ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള 25,250 ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതായാലും സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 ബ്രേക്ക് ചെയ്യാതിരുന്നത് ഇന്നലത്തെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ കാണാം. കൂടാതെ 10 ഡേ EMA ഉള്ളത് 25,150 അതും ഇന്നലെ ഡിഫെൻഡ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ പോസിറ്റിവിറ്റികളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,150 സ്ട്രൈക്കിൽ 259% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 355% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. 25,100 സ്ട്രൈക്കിൽ 42% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 127% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,200 സ്ട്രൈക്കിൽ 21% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. കോൾ സൈഡിൽ 116% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,200, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,150. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,510 225 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നിന്ന് വിഭിന്നമായി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഗ്രീൻ കാൻഡിൽ ക്ലോസിംഗ് ആണ് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ട് തന്നെ നമുക്ക് കാണാം. കൂടാതെ അപ്സൈഡിൽ 56,120 ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അപ്സൈഡിൽ നമുക്ക് ഇനി കൂടുതലായിട്ടുള്ള സാധ്യതകൾ കാണാൻ കഴിയുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 50-10 ഡേ EMAകളിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ്, അവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് തിരിച്ചു കയറിയത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് എന്ന് പറയാൻ കഴിയുന്നത് 50 ഡേ EMA ആണ്. 55,200 മുതൽ 55,100 വരെയുള്ള ആ ഒരു സോണാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 55% ഡിസ്കൗണ്ടോട് കൂടി 3 മാസത്തേക്ക് വെറും 1,299 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫെസ്റ്റിവൽ സീസണിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ഓഫർ കൂടിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്.
ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.